ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ വയനാട്ടിൽ നിന്ന് പോയിട്ടില്ല, വയനാട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ സത്യം പറഞ്ഞാല് ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും കണ്ടു തീർക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ദിവസം രണ്ട് ദിവസം അല്ല, 3 ദിവസം എടുത്താലും 4 ദിവസം എടുത്താലും തീരത്തില്ല. അത്രയ്ക്കും വേണ്ടിയിട്ട് സ്ഥലങ്ങളുണ്ട്. എനിക്കൊന്ന് 40-45ഓളം സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ അതിലെ ഏറ്റവും എല്ലാരും എടുത്തു പറയുന്ന സംഭവമാണ് മറ്റേ ഡാം, സൂചിപ്പാറ, ഈ ഒരു എടക്കൽ കേവ്, ഇങ്ങനത്തെ മെയിൻ സംഭവങ്ങൾ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് സ്പോട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് അവിടെ മാത്രമേ നടക്കൂ. കാരണം കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. ദൂരം കൂടുതലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പോയിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് കാര്യങ്ങൾ അങ്ങോട്ട് നടക്കാതെ വരും. സൂചിപ്പാറ പോയിട്ട് നമ്മൾ അവിടുത്തെ വാട്ടർഫാൾസിൽ പോയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കണം. നടന്ന് പോയിട്ട് വേണം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡാവും, വേറൊരു പരിപാടി നടക്കത്തില്ല. ഫസ്റ്റ് നമ്മൾ പോണത് എടക്കൽ കേവ്, അത് കഴിഞ്ഞിട്ട് മീൻമുട്ടി വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി കുളിച്ച് റെഡിയായി സെറ്റായിട്ട് നമ്മൾ വരും. ഓക്കെ, എന്നിട്ട് ഇന്ന് നമ്മൾ ചിലപ്പോ ഇറങ്ങും. അതെ, ഇനിയിപ്പോ എന്തായാലും ഇന്നും കൂടെ ഉള്ളു. ഇന്ന് വൈകുന്നേരത്ത് ചിലപ്പോ നമ്മൾ അങ്ങ് ഇറങ്ങും. ചിലപ്പോ നമ്മൾ മറ്റൊരു അവസരത്തിൽ ഇനി വീണ്ടും വരാം. അതെ, അതേ നടക്കും. എല്ലായിടം പോയി തീരത്തില്ല. ഇനി എന്തായാലും ഒന്നും കൂടെ ഒക്കെ വരണം. ഇനിയും ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടാ? ഫുഡ് കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇവിടെ മീൻ നല്ല മീൻ കിട്ടുന്നതിന് പാട്. ഇവിടെ ഫ്രഷ് മീൻ കിട്ടുന്നതിന് വലിയ പാടാണ്. കാരണം ഈ ചുരമൊക്കെ കേറി ഇങ്ങ് വരണ്ടേ, അതുകൊണ്ട് ഫ്രഷ് മീനിന്റെ സംഭവം ഇവിടെ കിട്ടുന്നത്. പിന്നെ മറ്റേ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന ഒരു സൈസ് മീനുണ്ട്, അതിന്റെ പേര് നെട്ടർ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് അതാണ്. അത് ചൂടോടെ കഴിച്ച ടേസ്റ്റ് ഉണ്ട്, പക്ഷെ തണുത്തു പോയാൽ കൊള്ളത്തില്ല. നമ്മുടെ അവിടുത്തെ ചാള, അയലയും മത്തിയും അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നല്ല മീൻ കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് അത്ര ഇതല്ലാന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മള് ആദ്യം പോണത് എടക്കൽ കേവിലേക്കാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് എടക്കൽ കേവ്. 50 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഡ്രൈവ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങ് കാപ്പിത്തോട്ടം അല്ലേ. കാപ്പിത്തോട്ടം, കവുങ്ങ്, കുരുമുളക്, ഇയാൾക്കങ്ങ് അക്ഷരസ്ഫുടതയും കൊണ്ട് എനിക്കുണ്ട്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരൊക്കെ ഇതൊക്കെ കണ്ടല്ലേ നമ്മുടെ നാട്ടിൽ വന്ന. നമ്മുടെ ഏലം പറിക്കാനാ വന്നത്, പക്ഷെ അവന്മാരുടെ കുരുമുളക് കുറിച്ച് നമ്മള് ഇതോണ്ടേ പാറ ഒക്കെ. നമുക്ക് മേലൂപ്പാറ കണ്ടോണ്ട് പാറ. ഈ മേലൂപ്പാറ എന്ന് പറഞ്ഞാൽ ജഡായിപ്പാറ. നമുക്കത് മേലൂപ്പാറ, നമ്മളെ പണ്ട് മേലൂപ്പാറ എന്നായിരുന്നു പറയുന്നത്. പിന്നീടാണ് അത് ജഡായിന്റെ ശില്പമൊക്കെ ഇതായി തുടങ്ങിയപ്പോ ജഡായിപ്പാറ എന്നായി. അങ്ങനത്തെ ഈ സ്ഥലപ്പേര് മാറുന്നൊരു സംഭവം ഇവിടെ ഉണ്ട്. നമ്മുടെ താമരശ്ശേരി ചുരം ഇല്ലേ, താമരശ്ശേരി ചുരം ശരിക്കും പറഞ്ഞാൽ അത് വയനാട്ടിലാ. താമരശ്ശേരി എന്ന് പറയുന്നത് അവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറയാ. പക്ഷേ പറയുന്നത് താമരശ്ശേരി ചുരം എന്നാണ്. ഇവിടുന്ന് കൊറേ നടക്കാറുണ്ട് കേട്ടോ. 1.5 കിലോമീറ്റർ നടക്കാറുണ്ട്. 1.5-2 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാറുണ്ട്. അവിടെ മൊത്തം തേരി കേട്ടോ. എനിക്ക് വയ്യ നടക്കാൻ. മറ്റേ ശബരിമല കൊണ്ടുപോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ വെച്ചാ, ട്രോളി. ആ സാധനം ഉണ്ടെങ്കിൽ യൂസ് ആയിരിക്കും. അങ്ങനെ അടിക്കണം. ഇങ്ങോട്ട് പാർക്കിംഗ് ഫീ 50 രൂപയാണ് കേട്ടോ. നമ്മള് വണ്ടി ആ സൈഡിൽ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്ന. അമ്പും ഹായ്, ഇത് മറ്റേ ഇല്ല, ഇത് അസ്ത്രം. ഇത് നൊസ്റ്റാൾജിക് കേട്ടോ. ടെസ്റ്റ് ചെയ്യണ്ടേ? അച്ഛൻ കൂടി നില്ല്, തലേ ഒരു ആപ്പിൾ വെക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ചേച്ചി ആ സാധനം എന്തി വിടുന്ന? അച്ഛ പേടിയുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് അതിന് വയ്യ. അല്ല, അത് താഴെ പോകട്ടാ, വേണ്ട വെക്കണ്ട. നോക്കട്ടെ ചാ, ആദ്യം ഇവിടെ വെക്കണമല്ലേ, ദെൻ ഇതിനകത്ത് നിക്കച്ചാ. താഴെയാണ് പോകുന്നത്. ഇവിടെ അല്ലേ ഞെക്ക? അളിയനാകുമ്പോ സേഫാ. ഇല്ല വേണ്ട, വിടണ്ട. ഇനി എവിടെയെങ്കിലും ചെന്ന് കയറിയാലും ഇത് ഇതെനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. അതിന് എല്ലാതും പൊത്തിപ്പിടിച്ച് അങ്ങനെ സൗണ്ട് കേൾക്കുന്ന. മകുടി. അങ്ങനെ ഇടക്കൽ ഗുഹയിലേക്കുള്ള വഴിത്താരയിലൂടെ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് നടന്നാലേ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിലെങ്കിലും എത്തും. പിന്നെ അവിടുന്ന് ഏതാണ്ട് ഒരു 380 പടിയുണ്ട് കയറാനായിട്ട്. അയ്യോ, പുള്ളിയും വരുമെന്ന് തോന്നുന്നു നമ്മുടെ കൂടെ. വായോ.
എനിക്ക് വയ്യ, നടക്കാൻ വയ്യ. നമ്മൾ ചെല്ലുമ്പോഴത്തേ അച്ഛൻ അവിടെ ഇരിക്കും, റെസ്റ്റ് എടുക്കും. അച്ഛൻ്റെ ഒക്കെ വിളക്കണഞ്ഞ്. എൻ്റെ അമ്മോ, ഒത്തിരി നടക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പുല്ല്. ഞാൻ വിചാരിച്ചു ആ തേഞ്ഞ് വന്നിട്ട് അവിടെ നമ്മൾ രണ്ട് വള കഴിയുമ്പോൾ എത്തുന്നു. ഇത്രയും വലിയ പടിയാന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നില്ലേ, നടക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അത് മാത്രമല്ല ഈ ഒരു കുപ്പിയില്ലേ, നമ്മൾ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ 20 രൂപ അവിടെ കൊടുക്കണം. കൊടുത്തിട്ട് സ്റ്റിക്കർ അടിക്കണം. നമ്മൾ തിരിച്ച് ഈ കുപ്പി കൊണ്ട് കാണിക്കുവാണെങ്കിൽ നമുക്ക് ആ 20 രൂപ തിരിച്ചു തരും. കാരണം അവിടെ മണ്ടയിലൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല അല്ലെങ്കിൽ എല്ലാവരും കുപ്പി അവിടെ അവിടെ എറിയും. അച്ഛൻ എന്നെയും കൂടെ ഒന്ന് എടുക്കാവോ? എടുക്കുവോ? എത്ര 75? എനിക്ക് വെയിറ്റ് കൂടി 75 ഞാൻ പണ്ട് കൊച്ചിയിൽ ഇരിക്കുവായിരുന്നല്ലോ, ഈ കാലൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. അല്ല ഇപ്പഴേ പാക്കാണെങ്കിൽ മടി വയ്ക്കുക, അതുകൊണ്ട് പറ്റത്തില്ല. അച്ഛൻ നമുക്ക് തക്കാലേ ഇതൊരു ഗുഹയെന്ന് വെച്ചിട്ട് കണ്ടിട്ടൊക്കെ പോയാലോ? ഇവിടം വരെ വന്നിട്ട് അച്ഛൻ സത്യത്തിൽ ഇതാന്ന് ഇടയ്ക്കൽ ഗുഹ. അപ്പൊ ഇവരൊക്കെ ചുമ്മാ പറ്റിക്കണേന്ന് വെച്ചാ നമുക്കത് കണ്ടു, നമുക്ക് പോയാലോ? എനിക്ക് നടക്കാൻ വയ്യേ, ഞാൻ ചത്ത്. ഞങ്ങൾ പോയിട്ടേ വെയിലില്ല, ചൂടില്ല. സ്റ്റെപ്പൊക്കെ കിടക്കുന്ന നോക്കി അച്ഛന് വട്ട. ഞാൻ ഓടിപ്പോ ഇമാര് വീഴും. അതെ, ഇത് മണലല്ല കേട്ടോ, പാറയാ. വീണാ പല്ലു പോവും. ഗുഹ എത്തിയെന്ന് തോന്നുന്നുണ്ട്, അതാന്ന് തോന്നുന്നു. സുഭാഷേ, 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 ഓ ഇനി വേണ്ടേ ആ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ വേണം കയറി പോയെ. നോക്കി സ്റ്റെപ്പൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെയാണ് കയറി പോയെ. വാ, നടന്നു വാ. അയ്യോ, നിന്റെ പണ്ട എന്തോ നോക്കി. നോക്കി വരണേ, പിടിക്കാം. സൂപ്പർ കേട്ടോ. അതൊക്കെ പറയാം, ഇത്ര നടന്നെങ്കിലും ക്ഷീണമൊന്നും നല്ല രസമുണ്ടല്ലേ. ഒരു ഇച്ചിരി ചോറൂടെ കിട്ടിയിരുന്ന ഇവിടെ വെച്ച് തിന്നായിരുന്നു. അയ്യോ, ഗുഹയില് മാടൻ. അയ്യോ, ഇദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇതിനകത്ത് ഭയങ്കര എക്കോ. എന്റെ മോനെ, അച്ഛാ ഈ പാറ ഒന്ന് നിക്കണ നോക്കച്ചാ. ഒരു മുതുക്ക് പാറ വന്നിങ്ങനെ സ്റ്റക്കായിട്ട് നിക്കണത്. സംഭവം സൂപ്പർ. AC പോലും വേണ്ട, നല്ല തണുപ്പ്. നല്ല തണുപ്പ് ഇല്ലേ? ഇവിടെ വരാതെ പോയിരുന്നെങ്കിൽ മിസ്സായിരുന്നു മോനെ. സീൻ സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുറെ നടക്കാനുണ്ട്, എല്ലാം വൃത്തിയാണ്. വെള്ളമാണോ അച്ഛാ അവിടെ? ആ വെള്ളത്തിന്റെ സൗണ്ട് കണ്ടോ? വാ കേറാം. ഓ, ഇത് പാറയിന്ന് വരുന്നതല്ലേ, ഇത് പൈപ്പ് കൂട്ടിയുള്ളതാ. അറിയില്ല. ആ കിണറുണ്ട്. തല ശ്രദ്ധിക്കണേ, തല തട്ടും. നമ്മൾ ഏതാ ഹൈറ്റിൽ നോക്ക് നടന്ന്. എന്റെ പൊന്നെ, എന്തോ ഹൈറ്റ് അച്ഛാ. പക്ഷെ ഇത് പറഞ്ഞുള്ളതാ, ഇവിടെ വന്നാ വിടുതേ നടക്കുന്നു. ഐശ്വര്യ, ഇവിടെ വന്നാ വേറെ പൂക്ക് കിടക്കത്തില്ല. ഫുഡില്ല കേട്ടോ. അല്ല, ഇവർക്ക് ഫുഡ് കുറവാണ്. അമ്മ ബാഗ് തുറന്നപ്പോ എന്തോ ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചമ്മ. ഇപ്പൊ പണിഞ്ഞാനായിരുന്നു കുരം കുടിച്ച്. ഇടക്കൽ ഗുഹേന്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗുഹ. കറക്റ്റ് ലൂട്ടിയില് ഗുണാക്കേവ് ഇല്ലേ വെച്ചാൽ നമ്മൾ സിനിമ കണ്ട മഞ്ഞബൽ ബോയ്സ് കണ്ടില്ലേ നമ്മള്? ഗുണാക്കേവ് സെയിം അത് തന്നെ അല്ലേ? ഓ, കുറെ കൊത്തുപണികളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെയൊക്കെ പായൽ പിടിച്ചല്ലേ, ഒന്നും അറിയാൻ വയ്യ. 10,000 വർഷം മുമ്പുള്ള ശക്തമായ ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പിളന്നുണ്ടായ ഗുഹയാണിത്. ഒന്ന് 2 ഗുഹ ഉണ്ടായിരുന്നു, താഴെ മേലെ. താഴത്തെ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയാണ് നിങ്ങൾ കയറി വന്നിരിക്കുന്നത്. ഇത് സമുദ്ര ലെവലിൽ നിന്ന് 4000 ഫീറ്റ് ഹൈറ്റിലാണ്. മുകളിൽ 2 കല്ല് തങ്ങിയിരിക്കുന്നുണ്ട്. നോക്കി, ഇടയ്ക്ക് തങ്ങിയിരിക്കുന്ന കല്ലുകൊണ്ടാണ് എടക്കൽ ഗുഹ എന്നറിയപ്പെടുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് 1894 മലബാർ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ഫെഡറിക് ഫോസറ്റ് നായാട്ടിനെ വന്നപ്പോൾ കണ്ട ഗുഹയത് 1901 ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന പത്രികയിൽ പബ്ലിസിറ്റി ചെയ്തു. അപ്പോഴാണ് ജനങ്ങൾ കാണുന്നതും ഗുഹേനെക്കുറിച്ച് പഠിക്കുന്നത്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അവർ നോക്കിയപ്പോൾ ഇവിടുന്ന് ചിത്രങ്ങളുണ്ട്. കാർബൺ ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കുന്ന 6000 വർഷം പഴക്കമുള്ള ചിത്രമുണ്ട്.
2300 വർഷ കാലഘട്ടം ചിത്രങ്ങളും എഴുത്തുകളുണ്ട്. 3000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് പീരീഡ് ഓഫ് BC 4000 to 1000. ക്രിസ്തുവിന് മുമ്പ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6000 വർഷം തൊട്ട് 2300 വർഷത്തിനുള്ളിൽ പല പീരീഡായിട്ട് ആദിവാസി ഗോത്ര സമൂഹങ്ങളോട് മാറി മാറി താമസിച്ചിട്ടുണ്ട്. അവരെന്ന മൂർച്ചയേറിയ കല്ലുളികൾ കൊണ്ട് സ്റ്റോണേജ് പീപ്പിൾ വരച്ച ചിത്രങ്ങളൊക്കെയാണ്. കല്ലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഇങ്ങോട്ട് വരും. ഇതൊക്കെ അവരുടെ വെപ്പൺസാണ്. ആ സമയത്ത് ഉപയോഗിച്ച കത്തി, കോടാലിയും മഴുകുന്ന രീതിയിലുള്ളത്. ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീൻ്റെ ഇടതുകാല്, വലതുകാല്, ശരീരം, ഇത് കയ്യ്, ഇത് കിരീടം. ടോട്ടൽ വൺ കപ്പിൾ ഈസ് ദ ലേഡി ഡാൻസ് പൊസിഷൻ, ജെൻസ് ഹണ്ടിങ് പൊസിഷൻ. ഇവിടെ കുറച്ചുകൂടെ വ്യക്തമാണ്. ഇതാണ് ഏറ്റവും ഇടയ്ക്കൽക്കുവിൻ്റെ പ്രധാനപ്പെട്ട ചിത്രം. പൊൻതൂവലാൽ കിരീടമണിഞ്ഞും ആഭരണങ്ങൾ ചുറ്റി നിൽക്കുന്ന ഒരു മനുഷ്യരൂപമാണത്. ഇത് കിരീടം, ഇത് കയ്യ്, ഇത് ആഭരണങ്ങൾ ചുറ്റിയിട്ട്. വടിയല്ല, അത് കല്ലിൻ്റെ പൊട്ടലിൻ്റെ ഇതായി കേട്ടോ. ഇതൊക്കെ 3000-6000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ്. പിന്നെ എന്താണ്, കുട്ടീൻ്റെ തലേൻ്റെ മുകളിൽ ചെവി ഉയർത്തി പിടിച്ച് പുറകോട്ട് നോക്കി നിൽക്കുന്ന വൈൽഡ് ഡോഗാണ് നിൽക്കുന്നത്. ഒരു ഡൈനോസർ മോഡൽ വെച്ചാണ്. ബോഡി, നെക്ക്, ഹെഡ്, നീണ്ട വാല്, കാലൊക്കെയുള്ള ഒരു മങ്കി സിറ്റി. അത് കണ്ട കറക്റ്റായിട്ട് മങ്കി സിറ്റി. അപ്പോൾ ഡൈനോസറൊക്കെ ഉണ്ടായിരുന്നോ? കുറേ ചിത്രങ്ങളാണ്. കുറേ ഡാമേജ് ആയിട്ടുണ്ട്. ഒരു വൈൽഡ് ഡോഗാണ്, തല ഡാമേജ് ആയിട്ടുണ്ട്, കല്ല് പൊട്ടിയാകുന്നു പോയിട്ടുണ്ട്. ഇതാണ് ട്രഡീഷണൽ ഡാൻസ്, ടെമ്പിൾ ഡാൻസ് എന്ന് പറയുന്നത്. 2300 വർഷ കാലഘട്ടങ്ങളിൽ തൊട്ട് ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തതാണ്. കാവടിയാട്ടം, തെയ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതാണ് ഒരാൾ നിൽക്കുന്നുണ്ട്, ഇതാണ് തെയ്യം, മുകളിൽ വെച്ചിട്ട് ആടുന്നതാണ്. ഇത്രയും അവർ ചിത്രങ്ങളിൽ കൂടിയേ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. എഴുത്തുകൾ സ്റ്റാർട്ടായത് ഏകദേശം 2300 വർഷ കാലഘട്ടത്തിൽ. സൗത്ത് ഇന്ത്യൻ്റെ ആദ്യ ലാംഗ്വേജ് തമിഴ്, ബ്രാഹ്മി മിക്സിക് ലാംഗ്വേജാണ് എഴുതിയിരിക്കുന്നത്. താഴത്തെ പുരാണം സംസ്കൃത ഭാഷയിലാണ്. ഇതെന്തിനാ ചെയ്ത്? എൻ്റെ ആ പൊന്ന്, എന്തോരം കുഴിയുണ്ടെന്ന് നോക്കി ഇതിനകത്ത്. ഈ മഞ്ഞുമൽ ബോയ്സിൽ നമ്മൾ കണ്ടില്ലേ മറ്റേ പൊത്ത്, അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണൂലേ? സംശയമുണ്ട്. അല്ലല്ല, അത് സെറ്റ് ഇട്ടതാ മൊത്തം. ഓ, ഭയങ്കര കുഴിയാണ് കേട്ടോ. നമുക്ക് താഴെ പോയി തീർന്ന് ചത്ത്. അതുപോലത്തെ ഇല്ല പൊത്തൊക്കെ കാണാം. ഇതിന്റെ കീഴിൽ കൂടെ അങ്ങ് താഴെ പോകും. നോക്കി ഇങ്ങനെ വീണാലേ താഴത്തില്ല. അത് ഗ്രില്ലിട്ട് അടച്ചേക്കും ആയിട്ടൊന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞില്ലേ, ഇത് ശരിക്കും വെച്ചാൽ ഇത് ഗുഹയല്ല. ഇതൊരു പ്രളയത്തില് ഇങ്ങനെ പാറകൾ വന്ന് കൂടിയിട്ട് ഒരു സംഭവമായതാണ്. ഓക്കെ കേസ്, നമുക്കിനി ഇറങ്ങാം. മടുത്ത് കേട്ടോ. ഇനി പുല്ല് തിരിച്ചിറങ്ങണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വിശക്കുന്ന. എനിക്ക് ബിരിയാണി വേണം. ഞങ്ങൾ താഴെ എത്തിയിട്ട് വരാൻ കേട്ടോ. എൻ്റെ പൊന്ന്, ഇത് ഡെയിലി കയറി ഇറങ്ങുന്ന കാര്യം ആലോചിച്ചൊക്കെ. ചേച്ചി എങ്ങനെ നടക്കുമോ? വണ്ടി ഉണ്ടോ? ഡെയിലി നടക്കുന്ന ഒരു ഊപ്പാടാ കേട്ടോ. നമ്മളോരോ സോഡ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. ഭയങ്കര ക്ഷീണം. അച്ഛൻ ഇനി അപ്പുറത്ത് വേറൊരു കേവുണ്ട്. ഒരു 3000 അടി കയറാറുണ്ട്. വേണ്ട, ഒരു 4000 സ്റ്റെപ്പ്. സോറി, താല്പര്യമില്ല. ഇത് കുടിക്കുമ്പോ ഒരു സുഖമായിരിക്കും. അടിപൊളി. നടന്നുണ്ട് കേട്ടോ. ചിച്ചി എടുക്ക തന്നെ. അച്ഛന് ഭയങ്കര എനർജി അമ്മ. അച്ഛൻ എത്ര ഓടി കേറി പോയി. എനിക്ക് വയ്യ, എന്നെ കൊണ്ടുവയ്യ. ഞാനും അമ്മയൊക്കെ സഹിപ്പിച്ച. ഞങ്ങളൊക്കെ W പോലെയൊക്കെ ഇപ്പൊ നടക്കണം. ഇതൊക്കെ എന്റെ പ്രായമാണോ? ഞാൻ നിങ്ങൾക്ക് കമ്പനി വരുവാ. എനിക്ക് വേണേ ഓടി ഇറങ്ങി പോവാച്ചൻ്റെ കണക്ക്. നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കാണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുവാ. അല്ല, ഞാൻ പോയേക്കാം. ഞാൻ സ്പീഡിൽ പോയേക്കാം. ആരെങ്കിലും ഒരാളെങ്കിലും വേണ്ടേ? ഇത് നോക്കിയമ്മ, മരവാഴ വലുതില്ലേ? ഇതെന്താ അറിയത്തൊന്നുമില്ല. ഇതാ ഇപ്പഴാ കാണുന്നത്. എന്നിട്ട് അങ്ങ് തള്ളൂല്ല പൂക്കും. അമ്മ ഇതേലും പറഞ്ഞാൽ നമുക്ക് പറിച്ചാലാ? ഇതിന്റെ തൈ ഉണ്ടാ നോക്കിയാലാ സൈഡില്? വേണ്ട, നമുക്ക് എങ്ങനെയും താഴെത്താം. ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അടുത്തൊന്നും വേറെ കടകളൊന്നും ഓപ്പൺ അല്ല. എല്ലാവർക്കും ഏകദേശം അടച്ച്. കഴിക്കാം. ഊണെങ്ങനെ ഉണ്ടച്ചാ? ബിരിയാണി കണ്ടിട്ട് വലിയ ഗുണമില്ലെന്ന് തോന്നുന്നു. ബിരിയാണി നമ്മൾ തേഞ്ഞിരിക്കില്ല, കാണുമ്പോൾ അറിയാം. കുഴപ്പമില്ല. അമ്മയ്ക്ക് ഉറക്കമായെന്ന് തോന്നുന്നു. ഉറങ്ങിയ അപ്പൊ അച്ഛൻ വേണ്ട കിടന്ന് ഉറങ്ങുന്നുണ്ട്. അച്ഛന് പനി അടിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. അടിപൊളിയല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ട് വന്ന് പൂളിലൊക്കെ ചാടിയിട്ട് പോയി ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ അപ്പുറം ആ സ്ഥലത്തിന്റെ പേര് ചുണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. പെറോട്ടയും നല്ല ബീഫ് പെരട്ടിയതും ബോട്ടി ഫ്രൈ ഒക്കെ മേടിച്ച് കഴിച്ചായിരുന്നു.
കഴിച്ചിട്ട് നേരെ വന്ന് കിടന്ന് ഇനി ഉറങ്ങണം. നാളെ രാവിലെ പോകണം. രാവിലെ നമ്മൾ ഇറങ്ങുക. വേറൊരു പ്ലാൻ വിട്ടായിരുന്നു, കോഴിക്കോടൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. അച്ഛന് വയ്യാത്തതുകൊണ്ട് പിന്നെ അതെല്ലാം മാറ്റി. അതുകൊണ്ട് ഇനി നാളെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണെന്ന് പറയും. ബൈ.